ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത് എനിക്ക് ഉറച്ചു പറയണം. ഓക്കെ? ഓം ജയ് സായിറാം. ഉറക്കെ പറഞ്ഞേ, ഓം ജയ് സായിറാം. നിങ്ങൾക്ക് അറിയില്ല, സായിബാബ എന്ന് പറഞ്ഞ ഒരു സാധു ഈ ഭാരതത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലമാണ് ഷിർഡി, മഹാരാഷ്ട്രയിലാണ്. കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. മഹാരാഷ്ട്രയിലെ ഷിർഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു യാചകനായിട്ടുള്ള ഒരു വയസ്സായ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ ഷിർഡിയിലെത്തി. പിന്നീട് ആ ഷിർഡിയിലുള്ള എല്ലാവർക്കും വളരെ സ്നേഹനിധി ആയിക്കൊണ്ട് ആ ബാലൻ, 13 വയസ്സുള്ള ബാലൻ അവിടെ തന്നെ ജീവിച്ചു. പിന്നീട് വയസ്സായി. പണ്ട് ബാബു എന്ന് വിളിച്ചിരുന്നു, വയസ്സായതുകൊണ്ട് പിന്നെ എല്ലാവരും ബാബ എന്ന് വിളിച്ചു തുടങ്ങി. ബാബ എന്ന് പറഞ്ഞാൽ വൃദ്ധനായിട്ടുള്ള ഒരു ആള്, അത്ര അതിനർത്ഥം. ഷിർഡി എന്ന് പറഞ്ഞ സ്ഥലം. സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാഠിയിലെ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. അപ്പൊ ഷിർദിയിലെ വൃദ്ധനായ കൂട്ടുകാരൻ, അദ്ദേഹത്തിന് പേരൊന്നുമില്ല. ഷിർദിയിലെ വൃദ്ധനായ ഷിർദി സായിബാബ, അതാണ് പേര്. ഇപ്പോ ഷർട്ടിന്റെ റൈറ്റ് സൈഡിൽ കാണാം, അതാണ് ഷിർദി സായിബാബ. അദ്ദേഹം യാചകനായിരുന്നു. എല്ലാവരും വീട്ടിലും പോയി ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് സേവനം, എങ്ങനെയാ സേവനം ചെയ്യാം, ഉള്ളവന്റെ മേടിച്ചിട്ട് ഇല്ലാത്തവന് കൊടുക്കാം, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പോ ലോകത്തില് എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന, ലോകത്തില് ഒരേ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർദി സാഹിബ്. അവിടെ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും ഒന്നാണ്. ഒരു ജാതിയിലും ഒരു മതമില്ല. സബ്കാ മാലിക് ഏക് ഹേ, അതാണ് ബാബ പറയാ. എല്ലാവർക്കും ദൈവം ഒന്നാണ്. നമ്മുടെയൊക്കെ ദൈവം ആരാ? നമ്മുടെയൊക്കെ ദൈവം ആരാ? നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ആരാ? സൂര്യൻ. സൂര്യനാണ് നമ്മളുടെ ദൈവം. മനസ്സിലായ? സൂര്യനില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ടോ? സൂര്യനില്ലെങ്കിൽ വല്ലതും കാണാൻ പറ്റുമോ? അല്ല, കുട്ടികൾ ഉത്തരം പറയണോ? അമ്മമാരും ഉണ്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സൂര്യൻ എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ശക്തിയാണ്, പ്രപഞ്ചത്തിന് ഊർജവും എല്ലാം തരുന്നത്. നോക്കൂ, ഇന്ന് നമ്മള് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി 2 തരത്തിലാണ് ഉത്പാദിപ്പിച്ചിരുന്നത്, ഇപ്പോഴും ഉത്പാദിപ്പിക്കുന്നത്. ഒന്ന് ജലവും, പിന്നൊന്ന് ഇന്ധനം ഉപയോഗിച്ചിട്ടും. 2 തരത്തിലാണ് വൈദ്യുതി ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ആ വൈദ്യുതിക്ക് ക്ഷാമം വന്നപ്പോ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ന് സോളാർ സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഈ പ്രപഞ്ചത്തിന് നമുക്ക് ഈ വെളിച്ചം തരാൻ തന്നെ ഊർജം തരുന്ന ശക്തിയാണ് സൂര്യൻ. ആ സൂര്യനിലേക്ക് ഇവിടെ ഒന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ആ സൂര്യനാണ് നമ്മളെല്ലാ, സൂര്യന് വല്ല വ്യത്യാസമുണ്ടോ? അവിടെ ജാതി മതമൊന്നുമില്ല. സൂര്യൻ എല്ലാവർക്കും പ്രകാശം തരുന്ന സ്രോതസ്സാണ്, ശക്തിയാണ്, പ്രപഞ്ചത്തിന്റെ മൂലാധാരമാണ്. ആ സൂര്യനെയാണ് ഈ ഭൂമി, ചന്ദ്രൻ തുടങ്ങി നവഗ്രഹങ്ങൾ മുഴുവൻ പ്രദക്ഷിണം വെക്കുന്നത്. ആരെയാണ്? സൂര്യനാണ്, അല്ലേ? സൂര്യനെയാണ് ഈ ഭ്രമണപഥത്തിൽ എല്ലാം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭ്രമണപഥത്തിന്റെ തന്നെ ശക്തിയുടെ ഊർജ സ്രോതസ്സാണ് സൂര്യൻ. സൂര്യന്റെ അടുത്തേക്ക് നമുക്ക് അടുക്കാൻ പറ്റുമോ? ഇല്ല. ആ സൂര്യന്റെ ഉള്ളിൽ കത്തുന്ന വാതകം ഹീലിയമാണ് എന്ന് പറയുന്നു. അറിയില്ല, ഹീലിയമാണെന്ന് പറയുന്നു, നമുക്കറിയില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തി സ്രോതസ്സായിട്ടുള്ള ആ സൂര്യഭഗവാനെ ആയിരുന്നു സായിബാബ ആരാധിച്ചത്. അങ്ങനെ ഒരു ദിവസം ഷിർഡിയിലെ ദീപാവലി ദിവസം എല്ലാവരും നമ്മൾ വിളക്ക് എത്തിക്കും. ദീപാവലിക്കൊക്കെ വിളക്ക് എത്തിക്കാനായിട്ട് അപ്പൊ അദ്ദേഹം ഇങ്ങനെ യാചിച്ചുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം താമസിക്കുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തില് ദീപാവലി കത്തിക്കാനായിട്ട് നിങ്ങളെ പോലെ കുറെ ചെറിയ കുട്ടികൾ ബാബയുടെ ചുറ്റും എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, പൂമ്പാറ്റകളെ പോലെ. അപ്പൊ അവര് പറഞ്ഞു, ബാബാജി നമുക്ക് വിളക്ക് എത്തിക്കാനായിട്ട് എന്താ ചെയ്യാം എന്ന് ചോദിച്ചു. വിളക്ക് എത്തിക്കാൻ നമുക്ക് പോയിട്ട് കടയിൽ നിന്ന് പോയിട്ട് കുറച്ച് എണ്ണ ചോദിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ കുട്ടികളെ വിട്ടിട്ട് എണ്ണ ചോദിക്കുക. പറഞ്ഞു, ആ യാചകനല്ലേ, ഞങ്ങളൊന്നും എണ്ണ തരില്ല, കാശ് തരാണ്ട് ഞങ്ങൾ എണ്ണ തരില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ബാബ എണ്ണ പോയി, എണ്ണ ചോദിക്കാനായിട്ട് പോയപ്പോ അവര് പറഞ്ഞു പൈസ തരാണ്ട് ഞങ്ങൾ എണ്ണ തരില്ല എന്ന് പറഞ്ഞു. 2-3 ആൾക്കാരെടുത്ത് പോയി. ആരും ആ ഗ്രാമത്തില് ബാബയ്ക്ക് എണ്ണ കൊടുത്തില്ല വിളക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ ബാബ ശരി വേണ്ട എന്ന് പറഞ്ഞു, തിരിച്ചു വന്നു. അപ്പൊ ഈ കുട്ടികൾ ചോദിച്ചു ബാബയോട്, ചെറിയ കുട്ടികളാ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ചോദിച്ചു, ബാബാജി നമ്മൾ എന്താ ചെയ്യാ? അത് സാരില്ല, ആ കുളത്തില് വെള്ളം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ബാബാജി എന്ത് കേട്ടി? അത് സൂര്യനെ കാണിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വിളക്കെത്തിക്കാൻ പറഞ്ഞു, അതിലൊഴിച്ചിട്ട് കത്തിക്കാൻ പറഞ്ഞു. അപ്പൊ കുട്ടികൾ വിചാരിച്ചു വെള്ളം ഒഴിച്ച വിളക്ക് എത്തുമോ? ആ കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാബാജി എന്ത് കേട്ടി? ഈ കുട്ടികള് ഈ വെള്ളം എടുത്തിട്ട് വിളക്കിലൊക്കെ ഒഴിച്ചു. ബാബാജി അവിടെ എപ്പോഴും ഈ തണുവുള്ള കാരണം എപ്പോഴും ഹോമം കൊണ്ടുണ്ടാവും. അതിന്നൊരു തീ എടുത്തിട്ട് കൊടുത്തു കത്തിക്കാൻ പറഞ്ഞു. കത്തിച്ചു, അത് മുഴുവൻ കത്തി. അപ്പൊ ഭഗവാൻ കാണിച്ച ആദ്യത്തെ ശക്തിയാണ്. കാരണം സൂര്യ സ്രോതസ്സിൽ നിന്നും ആ ജലത്തിനെ അദ്ദേഹം എണ്ണയാക്കി മാറ്റി, എന്നിട്ട് ആ വിളക്ക് മുഴുവൻ കത്തിച്ചു. അപ്പൊ ആ സൂര്യഭഗവാനെ ആരാധിച്ചിരുന്ന ഒരു യാചകനായിരുന്നു ഷിർദിയിലെ സായിബാബ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു അംശമായിട്ട് നമ്മൾ തൃശ്ശൂര് സ്ഥാപിച്ചിട്ടുള്ള ശിവാശ്രമം, ആ ശിവാശ്രമത്തിലെ ആരാധനാമൂർത്തി നമുക്ക് 2 പേരാണ്. ഒന്ന് സായിബാബയും, പ്രധാനമായിട്ട് സായിബാബയും, പിന്നെ ഒന്ന് കാളി. അങ്ങനെ ആ 2 പിന്നെ നാഗങ്ങളാണ്. നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളെ വീടിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ കൂടെ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം നാഗം. പക്ഷെ നാഗങ്ങളില്ലെങ്കിൽ നമ്മളിവിടെ രോഗം വന്ന് നശിക്കും. ഈ നാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഓക്സൈഡുകൾ, വാതകങ്ങള് ഈ പ്രകൃതിയിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ വീര്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ, ഞാനൊരു റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കി കാണാം, കേരള സ്നേക്ക് ക്യാച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പാമ്പുകളെയൊക്കെ പിടിച്ച് നമ്മൾ പുറമെ കൊണ്ടുവിടും. ടൗൺഷിപ്പിലൊക്കെ പാമ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ലൈസൻസുകളായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഫോറസ്റ്റ് നമ്മളെ വയ്ക്കും, നമ്മൾ പാമ്പിനെ പിടിച്ചിട്ട് പതുക്കെ ആൾക്കാരില്ലാത്ത പാടത്തോ എവിടെയെങ്കിലും കൊണ്ടുവിടും. അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ രതീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല നിങ്ങളെ കുറിച്ചൊന്നും. അപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ സാധാരണ ടൗൺഷിപ്പില് എല്ലാ വർഷവും അവിടെ 2-3 കോളനി ഉണ്ട്. ആ കോളനിയിലത്തെ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ സ്കൂൾ കിറ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ രതീഷ് ഞങ്ങൾ പറഞ്ഞു, പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, സ്കൂളുണ്ട്, കുറെ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളിവിടെ വരാനായിട്ട് സാഹചര്യം ഒരുക്കിയത്. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം. കാരണം നിങ്ങളുടെ ഈ കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ചിലപ്പോ മറ്റ് റേഡിയേഷൻസോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് വരുന്ന അൾട്രാ സൗണ്ടുകൾ ഒന്നും ഇവിടെ ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം ഈ പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. പിന്നെ പോരാത്തതിന് കുട്ടികളൊക്കെയാണ്, അവരൊക്കെ ഇങ്ങനെ സന്തോഷകരമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. വളരെ സൈലന്റ് ആയിട്ടുള്ള, അല്ലെ, പിൻ ഡ്രോപ്പ് സൈലന്റ് എന്നൊക്കെ പറയുന്നത്, വളരെ സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഈ കുട്ടികളുടെ ശബ്ദം മാത്രം കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. മറ്റു പുറമെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മൈക്കില് ഭയങ്കര ശബ്ദങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. പിന്നെ പോരാതിന് കാടിന്റെ നടുവിൽ വളരെ സന്തോഷമായി നിങ്ങളെ കണ്ടപ്പോ. എന്റെ പേര് അറിയോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? ഏതോ കുട്ടി പറഞ്ഞു ഈ ഫോട്ടോയിൽ കാണുന്ന അപ്പൂപ്പനല്ലേ? അതെ, ഓക്കെ. എന്റെ പേര് ആദിത്യ സ്വരൂപാനന്ദ പുരി. ആദിത്യൻ എന്ന് പറഞ്ഞ ആരാ? ആദിത്യൻ എന്ന് പറഞ്ഞ ആരാ? സൂര്യൻ അല്ലേ? അപ്പൊ ആ സൂര്യന്റെ വേറൊരു പേരാണ് ആദിത്യൻ എന്നുള്ളത്. എന്റെ പേര് ആദിത്യ സ്വരൂപാനന്ദ പുരി എന്നാണ് പേര്. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ സന്യാസിമാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? ആദ്യമായിട്ട് കാണാണ്. ഇനി നമുക്ക് തുടർച്ചയായിട്ട് കാണാം, ഇടയ്ക്കിടയ്ക്ക് കാണാം. കാരണം ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണം കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളാലാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത്രയും ദൂരമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. അല്ലേ ടീച്ചറെ? സൈറാണ് പറഞ്ഞേ. സൈറാണ്.